നമസ്കാരം. പ്രധാനപ്പെട്ട വിഷയം, കോടാനുകോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നത്. കാശ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ആണ്. ഒരു വോട്ടിന് 15,000 റുപ്യ വരെ കൊടുക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ കൊടുത്തവർ വാങ്ങിയവർ തന്നെ പറയുകയാണ്. വാങ്ങിയിട്ട് അവർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, എന്ത് പറയാനാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുറച്ച് വിവരമെങ്കിലും ഉണ്ടായിരിക്കണം. 1-2 അല്ല, 15,000 രൂപയൊക്കെയാണ് ഒരു വോട്ടിന് കൂലിയായിട്ട് BJP നിയമമണ്ഡലത്തിലെ വോട്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് ഇതിൻ്റെ ഈ ലോജിക്ക് പലപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇപ്പം BJPക്കാരുടെ താമര ചിഹ്നത്തിന് വേണ്ടി വോട്ടിന് വേണ്ടിയിട്ട് എന്തായാലും BJPക്കാർക്ക് കാശ് കൊടുക്കേണ്ട കാര്യമില്ല. ആ വോട്ട് കിട്ടുമല്ലോ. പിന്നെ ആർക്കായിരിക്കും ഇവർ കാശ് കൊടുക്കുക? CPM കൊടുക്കുമോ? CPMകാർ വോട്ട് ചെയ്യുമോ? അയ്യോ CPM അങ്ങനെ ചെയ്യില്ല എന്നവർ പറയും. പിന്നെ കോൺഗ്രസ് ആണോ വോട്ട് ചെയ്യുന്നത്? അയ്യോ കോൺഗ്രസും അങ്ങനെ ചെയ്യുന്നില്ല എന്നവർ പറയും. പിന്നെ ആർക്കാണ് ഈ കാശ് കൊടുത്താൽ വോട്ട് കിട്ടുന്നത്? ഈ കോൺഗ്രസ് അല്ലാത്ത, CPM അല്ലാത്ത, ലീഗ് അല്ലാത്ത, SDP അല്ലാത്ത ആളുകളാണോ വോട്ട് ചെയ്യുന്നത്? അതെ, അവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട് വി ശിവൻകുട്ടി. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ ഭരിച്ച് ആരെങ്കിലും കാശ് കൊടുത്താൽ അവർക്ക് വോട്ട് ചെയ്യാൻ പരുവത്തിലുള്ള ഒരു ജനതയാണോ ഈ കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചത്? ആണോ? അങ്ങനെ കാശ് കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ് നിങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് പ്രബുദ്ധ നമ്പർ 1 കേരളം എന്ന് പറയാൻ നാണമില്ലേ? ഇതല്ല കേട്ടോ യഥാർത്ഥത്തിലുള്ള വിഷയം. ഇയാൾ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ആഭാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15,000 രൂപ വെച്ച് കൊടുത്തു, GPay വഴിയാണ് കൊടുത്തത്, പക്ഷേ തെളിവൊന്നുമില്ല. തെളിവ് മാത്രമല്ല, ഇങ്ങർക്ക് വെളിവുമില്ല. GPay വഴി കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്ക് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഒരാളാണോ നമ്മുടെ ആഭാസ മന്ത്രി? അതിലും വലിയ തെളിവ് വേറെ എന്താണുള്ളത്? അത് തേച്ച് മാറ്റിയാൽ കളഞ്ഞാലും പോവാത്ത തെളിവാണ്. അതിന് വലിയ തെളിവിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നു GPay വഴിയാണ് കാശ് അയച്ചത്, പക്ഷേ തെളിവില്ല എന്ന്. GPay വഴി ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് കാശ് അയക്കുമോ? എങ്കിൽ തീർന്നില്ലേ കളി. എന്തുകൊണ്ടാണ് സർക്കാർ ഈ GPayയും ഇതുപോലുള്ള ഈ സ്കാൻ കോഡും UPI സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് എന്നറിയില്ലേ? എത്ര ട്രാൻസാക്ഷൻ നടത്തിയാലും അതിൻ്റെ കണക്കെല്ലാം സർക്കാരിൻ്റെ കയ്യിൽ വരും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്പമെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും ഇതുപോലുള്ള പരിപാടികൾ GPay വഴിയോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇല്ലല്ലോ. ഇനി GPay വഴി ചെയ്തതിന് തെളിവില്ല എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ മണ്ട നിങ്ങളായിരിക്കും. ആ നിങ്ങളെയാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സഹിച്ചത്. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പുതിയ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തെറ്റിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇവർക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ട് പറയുന്നതാണെന്ന്. അയ്യോ, അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ട് പറയുന്നതല്ല. ഈ മണ്ടൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൂടെ നാണക്കേടാണ്. അതുകൊണ്ട് അവർ മനഃപൂർവ്വം തെറ്റിച്ച് പറയുന്നതാണ്. എങ്ങനെ തെറ്റിച്ച് പറയാതിരിക്കും?